ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെടികളെ ഒന്ന് നട്ടുപിടിപ്പിക്കലാണേ. മുറ്റം നമുക്ക് അങ്ങോട്ട് കളറാക്കിയേക്കാം. ഇവരെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് മേടിച്ചുകൊണ്ട് വന്നതാണേ. അവരുടെ നിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, കൂടും മഴയല്ലായിരുന്നു, എങ്ങനെ നട്ടുപിടിപ്പിക്കാനാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇതുപോലെ ഉണ്ടോ, ഇങ്ങനെ വീതിയുള്ള വാള് പോലെയുള്ള ഇലകൾ വരുന്നത് കൊണ്ട് നമ്മളിവരെ സ്വാട്ട് ലില്ലി എന്ന് പറയുവേ. അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് ഗ്ലാഡിയോലസ് എന്നാണേ. ഇപ്പം പല പല കളറിലുള്ള പൂക്കൾ തരുന്ന ചെടികളാണിവർ. ഇപ്പം ഇവരെ നമുക്കിതുപോലെ തൈകൾ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ചുവട്ടിലുണ്ടാകുന്ന ഒരു ബൾബുണ്ട്, ആ ബൾബ് മാറ്റി നട്ടിട്ടോ നമുക്കിവരെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ചെടി വാങ്ങിക്കുവാണെങ്കിലേ ഏത് കളറിലുള്ള പൂക്കളാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ചെടി വാങ്ങിച്ച് നടുന്നതാണ് നല്ലത്. ഇതിന് കിഴങ്ങുകളും ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഞങ്ങൾക്കിവിടെ ഈ കോട്ടയത്ത് ഫ്ലവർ ഷോ വരുമായിരുന്നു. അപ്പം ഫ്ലവർ ഷോ വരുമ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഇഷ്ടം പോലെ കിട്ടും. പച്ച, മഞ്ഞ, നീല, വയലറ്റ് എന്നെല്ലാം പറഞ്ഞു തരും. എല്ലാം കൊണ്ടുവന്ന് കിളിപ്പിച്ചാൽ ഒരേ കളറിലുള്ള ഒരുമാതിരി ഒരു ഓറഞ്ച് നിറത്തിലുള്ള, അതിപ്പം സാധാരണ ഇപ്പം മൂന്നാറൊക്കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ അവർ പറയും കാട്ടിലുണ്ടാകുന്ന ചെടിയാണെന്ന് പറയും, അവർ വളർത്തുന്നതല്ലെന്ന് പറയും. അങ്ങനത്തെ ഇതിൻ്റെ വിത്തുകൾ മാത്രമാണ് എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ കളറുള്ള ചെടികൾ കാണുമ്പം വ്യത്യസ്തമായ പൂക്കൾ, ഇതാണ് വെള്ളയെ, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ ഇവിടെ പൂവുണ്ടായി നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായ കളർ. ഇത് കണ്ടോ, പിങ്കിനകത്തൊരു വൈറ്റും ഒരു ഡിസൈനും ഒക്കെയുള്ള പൂക്കൾ, അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചത്. പൂവൊക്കെ പോയി, ഇനിയിപ്പോൾ ഇതിനെ നോക്കണ്ട. ചിലപ്പോഴാണെങ്കിൽ നട്ട് വളർത്തിയാൽ മുന്നോട്ട് മുട്ടുകൾ വന്നിട്ട് ഇത് കണ്ടോ, ഇതൊക്കെ മുട്ട് വിരിയാനുള്ളത് വരുന്നത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. താഴെ വിരിഞ്ഞ പൂക്കളെ നമ്മളിങ്ങനെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ മുന്നോട്ട് നല്ല ആരോഗ്യമുള്ള പൂക്കളുണ്ടാകും. അപ്പോൾ ഇതിന് മുന്നേ ഞാനിവിടെ വളർത്തിക്കൊണ്ടിരുന്നത് ഇത് കണ്ടോ, ഈ ചെടി കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയതാണ് വളർന്നു വന്നിട്ട് കണ്ടോ. ആ പോയതിൻ്റെ ചുവട്ടിലൊരു വിത്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. വാ, ഇത് കണ്ടോ, കാണാവോ, ഒരുമാതിരി സവാള പോലെയുള്ള ഒരു വിത്താണേ. പൊക്കിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ചിലപ്പോൾ അതിനടിയിലോട്ട് വേര് പോയി കാണും ഈ സീസണിൽ വളരാൻ വേണ്ടിയിട്ട്. നോക്കട്ടെ, കണ്ടോ, ഇതേപോലത്തെ വിത്തുകൾ കിട്ടും. നല്ല മുഴുത്ത വിത്തുകളാണെങ്കിൽ അതിൽ നിന്ന് വളർന്നു വരുന്ന തൈകളും നല്ല വലിപ്പമുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ പല വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും. ഇവരെ നമുക്ക് ഗ്രോ ബാഗുകളിലോ ചട്ടികളിലോ വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ മണ്ണിലും വളർത്താം. ഗ്രോ ബാഗുകളിലും ചട്ടികളിലും ഒക്കെയാണ് വളർത്തിയെടുക്കുന്നതെങ്കിൽ മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്തിളക്കിയ പോട്ടിംഗ് മിക്സിനകത്ത് വേണം. പാത്രത്തിനകത്താണെങ്കിൽ അല്ലെങ്കിൽ ചട്ടികൾക്കകത്താണെങ്കിൽ നട്ടുപിടിപ്പിക്കാൻ. നിലത്താണെങ്കിൽ നമുക്കിതുപോലെ നടാം. നിലത്താണെങ്കിൽ നട്ടാലത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് ആ വിത്തുകൾ അവിടെ തന്നെ കിടന്നോളും. അപ്പോൾ അടുത്ത സീസണിൽ അല്ലെങ്കിൽ അവർക്ക് മുളച്ച് വരാൻ പറ്റുന്ന അനുയോജ്യമായ സാഹചര്യം വരുമ്പം അവരവിടെ തന്നെ മുളച്ചു വന്ന് കിളുക്കുകയും ചെയ്യും. ഒത്തിരി വലിയ വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പം വീടുകളിൽ നട്ട് വളർത്തുന്നവരാണെങ്കിൽ ഇത് ഈ ബൊക്കയും അതുപോലെ ഡെക്കറേഷനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് NPKയുടെ വളങ്ങളോ അല്ലെങ്കിൽ പിണ്ണാക്ക് പുളിപ്പിച്ച വളങ്ങളോ കമ്പോസ്റ്റ് പുളിപ്പിച്ച വളങ്ങളോ ഒക്കെ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇതുപോലെ നടുമ്പം അത്യാവശ്യം ഇച്ചിരി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി ജൈവ സ്ലറിയോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിവരെ മണ്ണിലോട്ടാണ് ഇപ്രാവശ്യം നടുന്നത്. അപ്പോൾ ആ മണ്ണിലോട്ട് നട്ടുപിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കൊണ്ടുവന്ന കൂട്ടിനകത്ത് തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. ദേ ഇതൊരെണ്ണം ഇങ്ങനെ 4 കളറാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കളർ അറിയാൻ പറ്റും. കളർ ഓർത്ത് വെച്ചില്ലെന്നൊക്കെ പറഞ്ഞാലും 4 കളറാണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി ഇവരെ നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ കൂടങ്ങ് കീറിക്കളയുവാണേ. എപ്പോഴും ഈ നമുക്ക് നേഴ്സറികളിൽ കിട്ടുന്ന സാധാരണ ചെടികളെന്ന് പറഞ്ഞാൽ ഈ പശിമയുള്ള മണ്ണിനകത്ത് കുഴച്ചാണ് വരുന്നത്. അതോടെ മണ്ണിനകത്തോട്ട് നട്ടു കഴിഞ്ഞാൽ അവരുടെ വേരോടാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മണ്ണ് കുറച്ച് പൊട്ടിച്ച് കളയണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇവരെ നടാനുള്ളൊരു കുഴി എടുക്കാവേ. ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ പുലാസൻ നട്ട് വളർത്തിയിരിക്കുന്ന ഒരു കോളം തിരിച്ചിരിക്കുന്ന ഭാഗമാണേ. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും എന്തെങ്കിലും കളറുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ ഇതേപോലൊക്കെ ഉള്ളതാണെങ്കിൽ അവരവിടെ അങ്ങ് നിന്നോളും. അപ്പം ഞാൻ ഒരു കുഴി എടുക്കുക. നമ്മളൊരു കുഴി എടുത്തിട്ടുണ്ടേ. ഈ കുഴിക്കകത്തോട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇടുവാണേ. ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മണ്ണിര കമ്പോസ്റ്റ് വാങ്ങിക്കുന്നതോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മണ്ണുമായിട്ട് കൂട്ടി ഞാനൊന്ന് ഇളക്കിയേ. നമ്മുടെ ചെടി കണ്ടോ, ഇതിൻ്റെ ചുവട്ടിലെ കുറച്ച് മണ്ണങ്ങ് കളയുവാണേ. ഏതെങ്കിലും ഒരു ചട്ടിക്കകത്തോട്ട് ഇട്ടേക്കാം. ഇതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ബൾബ് കാണും, പക്ഷേ ഇതിങ്ങനെ വളർന്ന് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആ പരീക്ഷണത്തിന് ഒരുങ്ങുന്നില്ല. അതേ കാണാം കേട്ടോ, നീ കണ്ടോ,
കണ്ടോ, ബൾബ് കണ്ടോ, അതോടെ അങ്ങോട്ട് നമ്മൾ കുഴിച്ച് വെക്കുവാണേ. കണ്ടോ, ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അവരവിടെ നിന്ന് ചൂട് പിടിച്ച് വരും. പിന്നെ ഇനി ഇതെങ്ങാനും ശരിയാകുമോ എന്ന് അറിയാൻ മേല. ആണെങ്കിൽ നമ്മളൊരു പൊക്കമുള്ളൊരു കമ്പി ഇതോട്ട് വെച്ച് കുത്തി താത്തിട്ട് അതേലോട്ട് ഇതിനെ ചേർത്ത് കെട്ടി വെച്ചാൽ മതി. അവരങ്ങ് വിരിഞ്ഞോളും. ഇനി നമുക്ക് 3 എണ്ണം കൂടെ നടാനുണ്ട്. അവരെ കൂടെ ഞാൻ ഇവിടോട്ട് നട്ട് പിടിപ്പിച്ചിട്ട് കാണിക്കാവേ. ഇവരതേ 4 പേരെയും ഞാൻ ഈ വസ്തുവോട്ട് നട്ടു വെച്ചിട്ടുണ്ട്. ഇവർക്ക് നമ്മൾ ഗ്രോ ബാഗിലാണേലും ചട്ടിയിലാണേലും മണ്ണിലാണെങ്കിലും നടുമ്പം 2 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം. പിന്നൊന്ന്, വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമായിരിക്കണം. ഈ 2 കാര്യങ്ങൾ അനുയോജ്യമാണെങ്കിൽ അവർ ഒരു 3 മാസം മുതൽ 6 മാസത്തിൻ്റെ ഇടവേളകളിൽ, ഈ മെയ് വരെയുള്ള സമയങ്ങളാണ്, നവംബർ മുതൽ മെയ് വരെയുള്ള സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവർ പൂക്കൾ തരുന്നൊരു സമയം. ശരിക്കും പറഞ്ഞാൽ ഈ ബൾബുകളൊക്കെ നട്ടുപിടിപ്പിക്കാനാണെങ്കിൽ ഒക്ടോബറിൽ നട്ടുപിടിപ്പിക്കുന്നതാണ് നല്ലത്, ഏറ്റവും നല്ലത്. ഇപ്പം ഈ സമയത്താണെങ്കിലും കുഴപ്പമില്ല. ഒരു 3 മാസം മുതൽ 6 മാസം വരെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പൂക്കളുണ്ടാകും. ഇപ്പോൾ ഈ ചെടിയുടെ പൂക്കളൊന്നും ചിലപ്പം വിരിഞ്ഞ് കിട്ടണമെന്ന് ഇനിയില്ല. ഇത് നമുക്ക് തണ്ട് മുറിച്ച് കളയേണ്ടി വരും. പക്ഷേ എന്നാലും പേടിക്കണ്ട, ഇതിൻ്റെ ചോട്ടിലെ ബൾബ് അവിടെ കിടന്നിട്ട് ഇനി വീണ്ടും കിളുത്ത് വന്നോളും. കിളുത്ത് വന്നിട്ട് നല്ല പൂക്കളെ തരും ഒരു 3 മാസം മുതൽ 6 മാസം വരെയുള്ള സമയത്തിനുള്ളിൽ. ഇനി നമുക്കുണ്ടല്ലോ ഇവിടെ ഇവർക്കൊരു ചെറിയ സപ്പോർട്ടും കിട്ടും. ഒരു ചോട്ടിലോട്ടൊക്കെ കിട്ടുന്ന ഒരു വെയിലിൻ്റെ അളവും കുറഞ്ഞു കിട്ടും. നമുക്കിത് ഇവിടെ 2 ചെടിയുണ്ട്. ഈ 2 പാത്രത്തിനകത്ത് ഇവരെ കൂടെ നമുക്കെടുത്ത് ഇവിടോട്ട് വെച്ച് കൊടുക്കണം. ഈ 2 ചെടികളെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ചുവന്ന നിറത്തിലുള്ള തളിരുകൾ വരുന്നത് കണ്ടോ, വന്ന് തുടങ്ങുന്നുണ്ട് കണ്ടോ. ചുവന്ന നിറത്തിൽ തളിരുകൾ വരുന്ന യുജീനിയയാണേ. ഇത് പിന്നെ എനിക്ക് പേരറിയത്തില്ല. ഇങ്ങനെ കളറുള്ള ഇലയായിട്ട് നിന്നിട്ട് നല്ല പിങ്ക് നിറത്തിലുള്ള പൂക്കൾ വരും. അപ്പം ഞാൻ ഇവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്തും കൂടെ കൊടുക്കാവേ. ഇനി നമുക്കേ ഇവരുടെ ടോപ്പും കൂടെ ഒന്ന് വെട്ടിവിടാം. നല്ല മുട്ട അടിക്കാൻ പോകാം കേട്ടോ. മുടി പറ്റ വെട്ടുക എന്ന് പറയലേ, ഇന്നിപ്പോൾ അതാണ് നടപ്പിലാക്കാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ വന്നാലും അവരുടെ അത്രയും ഹൈറ്റ് കുറയ്ക്കാൻ പറ്റുമോ? ഏകദേശം ഉണ്ടായിരുന്ന എല്ലാ ഇലകളും വെട്ടി നുറുക്കി താഴെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നിറച്ച് കിളുത്ത് വന്നോളൂ. ഞാൻ ഈ റംബുട്ടാൻ വെട്ടുന്നതും നിങ്ങളെ കാണിച്ചു തന്നാൽ നേരത്തെ കണ്ടോ. ഇതേപോലെ നമ്മൾ വെട്ടി നിർത്തിയിരിക്കുവാണേ. ചെടി നട്ടു, വെട്ടി നിരത്തിലുമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലതായിട്ട് വിശക്കുവാണേ. കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ടക്കെന്ന് പോയൊരു സൂപ്പർ മീൻകറി ഉണ്ടാക്കി കപ്പ തിന്നാവേ. ഞാനിന്ന് കാണിച്ചു തരുന്ന പോലെ നിങ്ങൾ മീൻകറി വെക്കുവാണേ. പിന്നെ നിങ്ങൾ അങ്ങനെയേ മീൻകറി വെക്കത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുപിടിപ്പിച്ച അഗ്ലോണിമ ചെടിയില്ലേ, നമുക്ക് അവരെ ഒന്ന് പോയി കണ്ടിട്ട് വരാവേ. ബാ, ഇത് നമ്മളിതേ കഴിഞ്ഞ ദിവസം സ്റ്റാൻഡ് അടിച്ചിട്ട് ഇവിടോട്ടൊരു ടൈപ്പ് ചെടി ഞാൻ മാറ്റി വെച്ചിരുന്ന നിറച്ചേ. അത് ഏത് ചെടിയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവരെ ഞാൻ സ്ഥലം മാറ്റി. ഇത് കാണുമ്പം നിങ്ങളിൽ പല ആളുകളുടെയും മനസ്സിൽ തോന്നുവേ, പൂച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടി നടക്കത്തില്ലേ എന്ന് തോന്നുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. നമ്മളന്ന് നട്ട അഗ്ലോണിമ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നാമ്പ് വന്ന് തുടങ്ങി കണ്ടോ. ഇത് കണ്ടോ, ഇതിന് നാമ്പ് വന്ന് തുടങ്ങി. അതുപോലെ ഇതിന് കണ്ടോ. അങ്ങനെ എല്ലാം തന്നെ ചൂട് പിടിച്ച് കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അഗ്ലോണിമ വെച്ച് ചൂട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചെണ്ണം കൂടെ കൂട്ടാനുണ്ട്. അന്ന് ഞാൻ കാണിച്ചതിലും 2 എണ്ണം കൂടെ കൂട്ടിയിട്ടുണ്ട്. ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. പിന്നെ നമ്മൾ ജറബറ ഇതേപോലൊരു 2-3 എണ്ണം വാങ്ങിച്ചു. ഞാൻ 2 എണ്ണം മാറ്റി നട്ടു. അവരിതേ ചോട് പിടിച്ചു, ഇലകളൊക്കെ നിവർന്ന് തുടങ്ങി. ഇതിനാണെങ്കിൽ കൂമ്പലകൾ വന്നു തുടങ്ങി. ഇത് നമുക്ക് മാറ്റി നടാനുള്ളതാണ്. അപ്പം ജറബറ എങ്ങനെയാണ് മാറ്റി നടുന്നത്, അവർക്ക് നമ്മൾ എന്ത് ചെയ്താലാണ് പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിപ്പമുള്ള പൂക്കളുണ്ടാകുന്നത് എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിനകത്ത് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അവരുടെ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. കപ്പയ്ക്ക് കൂട്ടാൻ വേണ്ടി 1/2 കിലോ അയല വാങ്ങിച്ച് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ചെറിയ അയല ആയതുകൊണ്ട് 2ആയിട്ട് മുറിച്ചായിട്ടിരിക്കുന്നത് കണ്ടോ. ഇതിനെ പെട്ടെന്ന് കറി വെക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്ന പണി എന്നാണെന്നറിയോ, ഇതൊരു 3 ടീസ്പൂണ് മുളക് പൊടിയുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1-1.5 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 2 പിടി തേങ്ങ, ഒത്തിരി തേങ്ങയുടെ ആവശ്യമില്ല, 2 പിടി തേങ്ങ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് വരാം. ഇത് ഞാൻ മുളകും മഞ്ഞളും എല്ലാം കൂടെ കൂട്ടി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ കഴുകിയെടുത്ത മീനിനെ നമ്മൾ ഈ ചട്ടിക്കകത്തോട്ട് ഇടുവാണേ. എന്നിട്ട് നമ്മൾ ഈ അരപ്പ് ചേർക്കും കണ്ടോ. നമ്മൾ അരച്ചെടുത്ത അരപ്പ്
ഇതേപോലെ ആ കഴുകി വെച്ച മീനിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കുക കേട്ടോ. അപ്പം ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം ഉപ്പ് ചേർക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഉപ്പ് കുറവല്ലോ വേണ്ടവരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണവും അതുപോലെ ഒരു കൂടം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ച് വെച്ചതാണ്. അത് നമ്മളിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതും ഇട്ട് അരപ്പെല്ലാം കൂടെ ചേർത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ കറി ബാക്കി സാധനങ്ങളെല്ലാം ചേർത്ത് വെച്ച് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ നല്ല പോലെ ഒന്ന് തിളച്ച് കഴിയുമ്പം ഇത് ഒരു മാങ്ങയാണേ. ആ ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുക. ഇതിൻ്റെ കൂടെ പച്ചമുളക് ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പച്ചമുളകൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോയിട്ട് പെട്ടെന്ന് മീനും വാങ്ങിച്ചുകൊണ്ട് വരുന്നവരൊരു കറി വെച്ച് കൂട്ടാനാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സമയം തികയത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ള സൂത്രപ്പണികളാണ് എളുപ്പത്തിൽ കറി വെക്കാനായിട്ട് നല്ലത്. അപ്പം ഞാൻ ഈ ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി. ഇനി ഇപ്പം അധികം വേവ് വന്നിട്ടില്ല. മീൻ കഷ്ണത്തിന് വേവ് വന്നു കഴിഞ്ഞാൽ പിന്നെ തവിയിട്ട് ഇളക്കരുത്, എല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ ഇപ്പം നമ്മൾ ചേർത്ത് വെച്ചു. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പം തീ കുറച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് മതി മീൻ വേകാനായിട്ട്. അപ്പം കൂടിപ്പോയാൽ ഒരു 15 മിനിറ്റ്. നല്ലോണം ഇത് പറ്റുമ്പം നമുക്ക് വീണ്ടും കാണാം. കറിയുണ്ടോ ചെറുതായിട്ട് കുറുകി നല്ല ഭംഗിയായിട്ട് പാകമായിരിക്കുവാണേ. അപ്പോൾ നമുക്ക് തീ നിർത്താം. ഇനി നമുക്ക് ഇതിനകത്തേക്കൊന്ന് കടുക് താളിച്ചൊഴിക്കണേ. കുറച്ചൊരു 2 ടീസ്പൂണ് ഓളം എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കടുക് വറക്കാനായിട്ട്. കണ്ടോ, എണ്ണ ചൂടാകട്ടെ. 5-6 ഉലുവ എടുത്തിട്ടുണ്ട്. മീൻകറിക്ക് ഞാൻ കടുക് ചേർക്കുന്നില്ല, പകരം ഉലുവയാണേ. അപ്പോൾ ഈ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഉലുവ ഇട്ടു. ഉലുവ എന്ന് ചൂടായി വരുമ്പം ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് ഒരു 2 ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്. അത് ശകലം വാടിപ്പോയിട്ടുള്ളത് നമ്മുടെ തന്നെ മുറിച്ചെടുക്കുന്നതാണേ. ഞാൻ ഇത് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. നല്ലോണം ഇത് ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് ഈ കറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. ഉണ്ടോ, ഇടുക്കാച്ചി കറിയാണ്. നമുക്കിനി കപ്പയും കൂട്ടി കറിയെടുക്കാം. ഇനി നമുക്ക് കപ്പയുടെ കൂടെ ഈ കറി കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യാവേ. നോക്കിയിട്ട് പറയാം. കിടുക്കാച്ചി കറിയാട്ടോ, എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കിക്കോണം. സാധാരണ ഇത് നമ്മൾ ചെറിയ മീൻ വാങ്ങിക്കുമ്പം മത്തിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര നല്ലതാ. സൂപ്പറാ അല്ലേ? അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.